ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അരവിന്ദ് ഘോഷ് റോഡിലെ ആനക്കുളത്തെ സാംസ്കാരിക നിലയം പ്രവർത്തന സജ്ജമാകുന്നു. വിവിധ ഉദ്ദേശങ്ങളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഈ സാംസ്കാരിക കേന്ദ്രം ഉപയുക്തമാകും. 31-ന് MT വാസുദേവൻ നായർ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിക്കും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. നിയമവിരുദ്ധമായ കൽപ്പനകളാണ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ. സ്വകാര്യ മില്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന റേഷൻ ഗോതമ്പ് അഴിയൂരിൽ പോലീസ് പിടികൂടി. ലോറിയിൽ കടത്തുകയായിരുന്ന 204 ചാക്ക് റേഷൻ ഗോതമ്പാണ് അഴിയൂർ പൂഴിത്തളിയിൽ പിടിച്ചെടുത്തത്. മിഠായി തെരുവിലൊടുവിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് CDയെ കൊണ്ടുവരുന്ന രൂപരേഖ പ്രായോഗികമായി ചിന്തിച്ചു വേണം നടപ്പിലാക്കേണ്ടതെന്ന് മേയർ AK പ്രേമജം. വാർത്തകൾ വിശദമായി. നിയമവിരുദ്ധമായ കൽപ്പനകളാണ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ. കമ്മീഷൻ ഓഫീസ് ജീവനക്കാരൻ ബാലാജിയുടെ അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് NGO യൂണിയൻ നടത്തിയ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്യായമായി സസ്പെൻഡ് ചെയ്ത കമ്മീഷൻ ഓഫീസ് ജീവനക്കാരൻ ബാലാജിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് NGO യൂണിയൻ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാനാഞ്ചിറയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ കമ്മീഷൻ ഓഫീസിന് മുൻപിലെത്തിയത്. പ്രകടനം ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നിയമവിരുദ്ധമായ കൽപ്പനകളാണ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ നിയമവിരുദ്ധമായ കൽപ്പനകളാണ് ചില ഉദ്യോഗസ്ഥന്മാര് തലങ്ങും വിലങ്ങും നോക്കാതെ ഇപ്പോൾ ശിരസ വഹിച്ച് നടപ്പിലാക്കുന്നത്. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ K രാജേന്ദ്രൻ, സെറ്റോ ജില്ലാ സെക്രട്ടറി P മുരളീധരൻ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ മില്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന റേഷൻ ഗോതമ്പ് അഴിയൂരിൽ പോലീസ് പിടികൂടി. ലോറിയിൽ കടത്തുകയായിരുന്ന 204 ചാക്ക് റേഷൻ ഗോതമ്പാണ് അഴിയൂർ പൂഴിത്തലയിൽ വെച്ച് പിടിച്ചെടുത്തത്. കൊയിലാണ്ടി സ്വദേശികളായ 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിക്കോടി FCയിൽ നിന്ന് എടക്കാട്ടുള്ള സ്വകാര്യ മില്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന റേഷൻ ഗോതമ്പാണ് പിടികൂടിയത്. കുറ്റ്യാടി ഭാഗത്തുള്ള റേഷൻ കടകളിലേക്കുള്ള ഗോതമ്പാണിത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചോമ്പാല SI ശ്രീനിവാസനും സംഘവുമാണ് ലോറി കസ്റ്റഡിയിലെടുത്തത്. ലോറിയിലുണ്ടായിരുന്ന കൊയിലാണ്ടി സ്വദേശികളായ ജയരാജൻ, സുരേന്ദ്രൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പേരാണ് ചാക്കിന് പുറത്തുള്ളത്. ഗോതമ്പ് പരിശോധനകൾക്ക് ശേഷം ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് SI K ശ്രീനിവാസൻ പറഞ്ഞു. ഇതൊരു വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ വടകര ഡിവൈഎസ്പികൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് അഴിയൂർ വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്ത് പിടിച്ചാണ്. ഇത് തിക്കോടി FCIന്റെ ഗോഡൌണിൽ നിന്ന് എടുത്തിട്ട് കുറ്റ്യാടി റേഷൻ വീഡിയോ കൊടുക്കണ്ട പൊതുവിതരണ കേന്ദ്രത്തിൽ പൊതുജനങ്ങൾ സപ്ലൈ ചെയ്യേണ്ട സാധനം ഇത് അവിടെ കൊണ്ടുപോകാതെ നേരെ എടക്കാട്, കണ്ണൂരിലെ എടക്കാടിലെ സ്വകാര്യ മില്ലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം. അതാണ് ഞങ്ങൾ പിടിച്ചത്. സ്വകാര്യ മില്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന 204 ചാക്ക് റേഷൻ ഗോതമ്പാണ് അഴിയൂർ പൂഴിത്തല്ലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. മിഠായി തെരുവ് നവീകരണം പൈതൃകം നഷ്ടപ്പെടാതെ ഉള്ളതായിരിക്കണമെന്ന് മേയർ AK പ്രേമജം. നവീകരണത്തിൽ പ്രധാനമായും ഇലക്ട്രിക് ലൈനുകൾ ഭൂഗർഭ സംവിധാനത്തിലൂടെ ആയിരിക്കണമെന്നും ഇത് അപകടങ്ങൾ കുറയ്ക്കുമെന്നും ബന്ധപ്പെട്ടവരുമായി ഇതിനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്നും മേയർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിന്റെ പുനർനിർമ്മാണം നടത്താൻ പറ്റില്ല. അതിന്റെ ആ പൈതൃക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ബ്യൂട്ടിഫിക്കേഷനുമായിട്ട് വേണം ചെയ്യാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ടർഗ്രൗണ്ടായിട്ട് കേബിള് വലിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടം പരമാവധി ഒഴിവാക്കാൻ സാധിക്കും.
മിഠായിത്തെരുവിൽ ഒടുവിൽ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് സിഡിയെ കൊണ്ടുവരുന്ന രൂപരേഖ പ്രായോഗികമായി ചിന്തിച്ചു വേണം നടപ്പിലാക്കേണ്ടതെന്ന് മേയർ കൂട്ടിച്ചേർത്തു. അതിന്റെ ഭംഗി കുറക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റും. എടുപിടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നല്ല ധാരണയോടുകൂടി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ അപകടം ഇനി ഉണ്ടാവരുത്. അപകടത്തിന്റെ നേച്ചർ ഇനിയും ക്ലിയർ ആയിട്ടില്ല. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞാലേ അറിയും. അട്ടിമറിയാണോ അല്ല ആക്സിഡന്റ് ആണോ എന്നുള്ളതൊക്കെ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു പുനരുദ്ധാരണം എന്ന് പറയുമ്പം നല്ല ധാരണയോടുകൂടി വേണം. അപ്പൊ പറയാൻ ഓരോരുത്തർക്കും പറയാൻ പറ്റും. ആ രീതിയിൽ എനിക്ക് ഈ കസലേശത്തിന് പറയാൻ പറ്റില്ല. നിയമങ്ങൾ കർശനമാക്കി തൊഴിലാളികളെ പീഡിപ്പിച്ച് ക്ഷേമനിധി ബോർഡിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്ന് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KN വിജയൻ നിർമ്മാണ തൊഴിലാളി സംഘം BMS വാർഷിക പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ തറോൾ ചന്ദ്രൻ നഗറിലാണ് നിർമ്മാണ തൊഴിലാളി സംഘം BMS 31 വാർഷിക പ്രതിനിധി സമ്മേളനം നടന്നത്. സമ്മേളനം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KN വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമം ഉറപ്പാക്കേണ്ട സർക്കാരും ക്ഷേമനിധി ബോർഡും തൊഴിലാളി വിരുദ്ധ നിലപാടുകളുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് KN വിജയൻ പറഞ്ഞു. നിയമങ്ങൾ കർശനമാക്കി തൊഴിലാളികളെ പീഡിപ്പിച്ച് ക്ഷേമനിധി ബോർഡിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ പുതുക്കൽ നടപടിയിൽ കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവന്ന് തൊഴിലാളികളെ എങ്ങനെയാണോ അവരുടെ രംഗത്ത് പർണശാല കെട്ടി പരീക്ഷണം നടത്തി മാനസികമായും ശാരീരികമായും പീഡനം നൽകിക്കൊണ്ട് സ്വമേധയ അവരുടെ അംഗത്വം ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള വഴി എന്താണ്? ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ബോർഡും സർക്കാരും. അഡ്വക്കേറ്റ് P. മുരളീധരൻ അധ്യക്ഷനായിരുന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. KM ചന്ദ്രൻ, യൂണിയൻ ജനറൽ സെക്രട്ടറി E. ദിവാകരൻ, V. ചന്ദ്രൻ, OK. ധർമ്മരാജ്, കാളക്കണ്ടി ബാലൻ, അരീക്കോത്ത് രാജൻ, KK പ്രേമൻ എന്നിവർ സംസാരിച്ചു. മൊബൈൽ ടവർ റേഡിയേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ടേംസിന്റെ ചീഫ് ജനറൽ മാനേജർ K. രഘുനന്ദൻ ക്ലാസിന് നേതൃത്വം നൽകി. മൊബൈൽ വികസനവും ഒപ്പം ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ടേംസിന്റെ ലക്ഷ്യമാണെന്നും ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നും രഘുനന്ദൻ പറഞ്ഞു. മൊബൈൽ ടവർ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളും സംശയങ്ങളും ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ടേംസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. മൊബൈൽ വിപ്ലവവും മൊബൈൽ ടവർ ബാഹുല്യവും മനുഷ്യന് വരുത്തുന്ന ശാരീരിക വിഷമതകളെക്കുറിച്ചുള്ള സംശയങ്ങളാണ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ ഉയർന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ച് മൊബൈൽ റേഡിയേഷന്റെ അളവുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് മാർഗനിർദ്ദേശം നൽകുന്ന ടേംസിന്റെ ചീഫ് ജനറൽ മാനേജർ രഘുനന്ദൻ ആണ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകിയത്. എല്ലാ മൊബൈൽ ഫോൺ സേവനദാതാക്കളും ടേംസിന്റെ അധികാരപരിധിയിൽ ഉൾപ്പെടും. ടേംസിന്റെ മാനദണ്ഡത്തിനനുസരിച്ചുള്ള റേഡിയേഷൻ ഉപയോഗിച്ചു മാത്രമേ മൊബൈൽ ടവറുകൾക്ക് പ്രവർത്തിക്കാനും കഴിയൂ. മൊബൈൽ വികസനവും ഒപ്പം അവരുടെ ആരോഗ്യ സംരക്ഷണവും ടേംസിന്റെ ലക്ഷ്യമാണെന്ന് CGM രഘുനന്ദൻ പറഞ്ഞു. പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് 0.4 വാട്ട്സ് മാത്രമാണ് റേഡിയേഷൻ നൽകുന്നത്. 0.4 മുതൽ 10 വരെ റേഡിയേഷൻ അനുവദനീയവുമാണ്. ഇത് മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. റേഡിയേഷനുമായി ബന്ധപ്പെട്ട് 930ഓളം പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 530ഓളം പഠനങ്ങൾ റേഡിയേഷന്റെ പരിധി കുറവാണ് എന്ന് തെളിയിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 35,000ഓളം മൊബൈൽ ടവറുകൾ ഉണ്ടെന്നാണ് കണക്ക്. സംസ്ഥാനത്തൊട്ടാകെ അണുവികിരണവും അണുപ്രസരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശരിയായ ബോധവൽക്കരണം ആർക്കും സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കാകുലരാണെന്നും CGM പറഞ്ഞു. അന്ധവിശ്വാസങ്ങളല്ല, മറിച്ച് ശാസ്ത്രീയവും യുക്തിപരവുമായ നിർവചനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരേണ്ടതെന്ന് ക്ലാസിൽ പങ്കെടുത്ത് സംസാരിച്ച ജില്ലാ കളക്ടർ N. പ്രശാന്ത് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട് പ്രതികൂലവും അനുകൂലവുമായി പ്രവർത്തിക്കുന്ന സംഘടനകളിലെ അംഗങ്ങൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തു. ജില്ലാ വാർത്തകളിൽ ഇടവേള. Globus Fashion celebrate you. Globus, a division of Grandmart Group of Companies.
അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ. ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. വർണ്ണമത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട്. ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ. കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്ലക്സ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു. ഗോൾഡ് ഫിഷ് 2015. പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. വാർത്തകൾ തുടരുന്നു. മദ്യപാനികൾക്കും അനാശാസ്യ പ്രവർത്തികൾ നടത്തുന്നവർക്കും താവളമൊരുക്കുകയാണ് മാനാഞ്ചിറ കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയോട് ചേർന്ന് കിടക്കുന്ന ഗോഡൌണുകൾ. പാതി തുറന്നു കിടക്കുന്ന ഷട്ടറിനുള്ളിലൂടെ അകത്ത് കയറിയാൽ വിശാലമായ സൗകര്യമാണ് ഗോഡൌണിനുള്ളിലുള്ളത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ കെട്ടിടമായതിനാൽ തൊട്ടടുത്തുകൂടി നടന്നുപോകുന്നവരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല. മാനാഞ്ചിറയ്ക്ക് സമീപത്തെ തിരക്കേറിയ പാതയ്ക്ക് സമീപമാണ് കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഗോഡൌണുകൾ. പൊളിഞ്ഞു വീണതും അല്ലാത്തതുമായ കെട്ടിടങ്ങൾ ഇവിടെ നിരവധി. പലപ്പോഴും ഇഴജന്തുക്കളുടെയും മറ്റും വിഹാര കേന്ദ്രങ്ങളാണ് ഇവ. പക്ഷേ റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നടക്കുന്നത് പരസ്യമായ മദ്യപാനവും മറ്റു പ്രവൃത്തികളുമാണ്. കഴിഞ്ഞ ദിവസം ഷേഡോ പോലീസ് ഇതിനു സമീപത്തു നിന്നും ഒരാളെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. പോലീസിന്റെ പരിശോധനയ്ക്കു ശേഷം പകുതി താഴ്ത്തിയ ഷട്ടർ പൊന്തിച്ച് അകത്ത് കടന്നപ്പോഴാണ് മദ്യക്കുപ്പികളും ഗ്ലാസും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സിനിമാ പോസ്റ്ററുകൾ വിരിച്ച് സജ്ജീകരിച്ച മുറി. ഒരു പകൽ സമയം മുഴുവൻ വേണമെങ്കിൽ ആരും അറിയാതെ ഇതിനുള്ളിൽ കഴിയാം. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു പകൽ നഗരഹൃദയത്തിൽ കഴിയാനുള്ള ഇടം. ഗോഡൌണിന്റെ മുകൾ നിലയിലേക്ക് ഗോവണി ചാരി വെച്ചിട്ടുണ്ട്. ഈ മുറിക്കുള്ളിലൂടെ അപ്പുറത്തേക്ക് കടക്കാം. കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയുടെ പിറകുവശം മദ്യപാനികളുടെ കേന്ദ്രമാണ് രാത്രിയായാൽ. പോലീസിന്റെ നിരീക്ഷണത്തിലാണെങ്കിലും അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് ഇവിടെ കുറവൊന്നുമില്ലെന്ന് നഗരവാസികൾ പറയുന്നുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ കോൺട്രസ്റ്റിലെ പഴയ തൊഴിലാളികളായ ചിലരെങ്കിലും ഫാക്ടറിയിൽ എത്തുമായിരുന്നു. എന്നാൽ ഏറ്റെടുക്കുന്ന നടപടികൾ അനന്തമായി നീളുന്നതിനാൽ അവരെല്ലാം മറ്റു തൊഴിലുകൾ തേടിപ്പോയി. പേരിനൊരു കാവൽക്കാരൻ മാത്രമാണ് ഇപ്പോൾ കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരുമില്ലാതെ അനാഥമായി കിടക്കുന്ന ഒഴിഞ്ഞ മുറികൾ സാമൂഹ്യവിരുദ്ധരുടെ ഇടത്താവളങ്ങളാവുകയാണ്. കലയെയും കലാകാരന്മാരെയും ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് കോഴിക്കോട്ടെ ജനങ്ങൾ. കോഴിക്കോടിന്റെ സാംസ്കാരിക പാരമ്പര്യം അത്തരത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. ഈ പാരമ്പര്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മിച്ച സാംസ്കാരിക നിലയം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ എ കെ പ്രേമചന്ദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൺമറഞ്ഞുപോയ നിരവധി കലാകാരന്മാരുടെ പ്രവർത്തന രംഗമായിരുന്നു കോഴിക്കോട്. സാഹിത്യ മേഖലയിൽ പ്രതിഭാധനന്മാരായിരുന്ന എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, എൻ പി മുഹമ്മദ്, സിനിമാ നാടകരംഗങ്ങളിലെ അധികായന്മാരായിരുന്ന കെ ടി മുഹമ്മദ്, ഭരത് ബാലൻ കെ നായർ, കുതിരവട്ടം പപ്പു, കുഞ്ഞാണ്ടി, തിക്കോടിയൻ, ശാന്താദേവി, നെല്ലിക്കോട് ഭാസ്കരൻ, വാസുപ്രദീപ്, സംഗീത ലോകത്ത് നിറസാന്നിധ്യമായിരുന്ന എം എസ് ബാബുരാജ്, കോഴിക്കോട് അബ്ദുൾ ഖാദർ, ശരത്ചന്ദ്ര മറാട്ടെ, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങി പ്രഗത്ഭമതികളായിരുന്ന നിരവധി കലാകാരന്മാരുടെ കർമ്മം കൊണ്ട് സമ്പന്നമായിരുന്നു കോഴിക്കോട്. അവരോടുള്ള ആദരവിന്റെ സൂചകമായി കോഴിക്കോട്ടെ കലാപ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പരിപാടികൾക്കും സാഹിത്യ സംരംഭങ്ങൾക്കും കൂടുതൽ ഊർജ്ജം പകരുന്നതിന് കോഴിക്കോട് കോർപ്പറേഷൻ ആനക്കുളത്ത് നിർമ്മിച്ച സാംസ്കാരിക നിലയം മെയ് 31 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് എം ടി വാസുദേവൻ നായർ കോഴിക്കോടിന് സമർപ്പിക്കും. സാംസ്കാരിക നിലയത്തിൽ എഴുത്തുകാർക്കും കലാപ്രവർത്തകർക്കുമുള്ള മുറികൾ, കലാപ്രദർശനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ആംഫി തിയേറ്റർ, ലൈബ്രറി ഹാളുകൾ തുടങ്ങി മെച്ചപ്പെട്ട സാംസ്കാരിക വിനിമയത്തിലുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആംഫി തിയേറ്ററിന്റെ ഉദ്ഘാടനം എം പി വീരേന്ദ്രകുമാറും, നാടക റിഹേഴ്സൽ സെന്ററിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പിയും, ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം എ പ്രദീപ് കുമാർ എം എൽ എയും, കൂത്തുപുരിയുടെ ഉദ്ഘാടനം പുരുഷൻ കടലുണ്ടി എം എൽ എയും നിർവഹിക്കും. കലാപ്രവർത്തകർക്കുള്ള മുറികൾ, കലാപ്രദർശനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ആംഫി തിയേറ്റർ, ലൈബ്രറി ഹാളുകൾ, ഇങ്ങനെ വിവിധ തലത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തിനും വിനിമയത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് 4 മണിക്ക് പ്രശസ്ത ഗസൽ ഗായകൻ കോഴിക്കോട് അബ്ദുൽ നാസറിന്റെ ഗസൽ സായാഹ്നം, വിനു കുറുവങ്ങാടി, ശശിധരൻ കൊയിലാണ്ടി എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിന്റെ ചിരിയും ചിന്തയും എന്നീ കലാപരിപാടികൾ ഉണ്ടായിരിക്കും.
റോഡ് നിയമങ്ങൾ പാലിക്കാത്തവരെ പൂട്ടാൻ അത്യാധുനിക സോഫ്റ്റ്വെയറുമായി മലപ്പുറം പോലീസ്. നിരത്തുകളിൽ നിയമലംഘിക്കുന്നവർക്കുള്ള നോട്ടീസും കുറ്റപത്രവും അതിവേഗം തയ്യാറാക്കാമെന്നതാണ് BNMCC എന്ന സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. ഷാഡോ പോലീസാണ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വാഹനങ്ങൾ നിരീക്ഷിക്കുക. റോഡുകളിൽ ഗതാഗത നിയമം തെറ്റിക്കുന്നവരുടെ വാഹന നമ്പർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയാൽ ഉടൻ കൃത്യത്തിനനുസരിച്ച് പിഴയടയ്ക്കാനുള്ള നോട്ടീസ് തയ്യാറാകും. പിഴയടച്ചില്ലെങ്കിൽ RC റദ്ദ് ചെയ്യാനുള്ള RTO റിപ്പോർട്ടും സോഫ്റ്റ്വെയർ തന്നെ തയ്യാറാക്കും. 6 മാസത്തിനുള്ളിൽ ഒന്നിലധികം തവണ കുറ്റം ചെയ്താലും അത് സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കും. എത്ര തവണ ഗതാഗത നിയമം ലംഘിച്ചെന്നും ഏതൊക്കെ കുറ്റം ആവർത്തിച്ചെന്നും നോട്ടീസിലും കുറ്റപത്രത്തിലും സ്വമേധയാ രേഖപ്പെടുത്തും. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയിലധികവുമാകും. മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അബ്ദുള്ള ബാബുവാണ് BNMCC എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. പുതിയ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയുള്ള പരിശോധന ആരംഭിക്കുന്നതോടെ നിയമലംഘകരെ വേഗത്തിൽ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം പോലീസ്. ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാനായി സർക്കാർ ജില്ലയ്ക്ക് നൽകിയ 5 ഇരുചക്ര വാഹനങ്ങളുടെ താക്കോൽദാനം ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. മോഹനൻ അധ്യക്ഷം വഹിച്ചു. ജില്ലയിലെ ക്ഷയരോഗ കേന്ദ്രത്തിന് കീഴിൽ 6 ട്യൂബർലോസിസ് യൂണിറ്റുകളും 3 കഫ പരിശോധനാ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാനായി സർക്കാർ എല്ലാ ജില്ലകളിലേക്കും ഇരുചക്ര വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലയ്ക്ക് 5 ഇരുചക്ര വാഹനങ്ങൾ ലഭിച്ചത്. ഇതിന്റെ താക്കോൽദാന കർമ്മമാണ് സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ N. പ്രശാന്ത് താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ അനിത, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബാബു, സംസ്ഥാന TB അസോസിയേഷൻ മെമ്പർ അഡ്വക്കേറ്റ് M. രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിലെ ക്ഷയരോഗ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സർക്കാർ സംവിധാനമായ ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിന് 6 ട്യൂബർകുലോസിസ് യൂണിറ്റുകളും 33 കഫ പരിശോധനാ കേന്ദ്രങ്ങളുമുണ്ട്. പുതുക്കിയ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഡോട്ട്സ് ചികിത്സാ രീതിയിലൂടെയാണ് ക്ഷയരോഗം പൂർണ്ണമായും ഭേദമാക്കുന്നത്. ഒരു ആരോഗ്യ പ്രവർത്തകൻ, പരിശീലനം ലഭിച്ച സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകൻ, അംഗനവാടി ജീവനക്കാർ തുടങ്ങി രോഗിക്ക് സ്വീകാര്യനായ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ രോഗി മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പാക്കുന്ന രീതിയാണ് ഡോട്ട്സ്. നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പോലീസ് പിടിയിൽ. കൊയിലാണ്ടിയിൽ നിന്ന് 1200 പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് നാർക്കോട്ടിക് സെല്ലിന്റെ സഹായത്തോടെ കൊയിലാണ്ടി പോലീസ് പിടിച്ചെടുത്തത്. മംഗലാപുരത്തു നിന്നും ട്രെയിൻ മാർഗമാണ് ഇവ കൊയിലാണ്ടിയിൽ എത്തിക്കുന്നത്. കൊയിലാണ്ടിയിൽ 1200 പാക്കറ്റ് ലഹരി വസ്തുക്കളാണ് നാർക്കോട്ടിക് സെല്ലും പോലീസും ചേർന്ന് പിടികൂടിയത്. 2 യുവാക്കൾ അറസ്റ്റിലായി. കുറുവങ്ങാട് മീത്തലടത്ത് ശ്രീജിത്ത്, ചേലിയ കൊളറക്കണ്ടി അനൂപ് എന്നിവരെയാണ് ലഹരി വസ്തുക്കളുമായി പിടികൂടിയത്. നാർക്കോട്ടിക് സെല്ലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊയിലാണ്ടി പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. മംഗലാപുരത്തു നിന്നും ട്രെയിൻ മാർഗം കൊയിലാണ്ടിയിൽ എത്തിച്ച ലഹരി വസ്തുക്കൾ പ്രത്യേക കവറിലാക്കി ബൈക്കിൽ കടത്തവേ ഇവരെ പിന്തുടർന്ന് കൊയിലാണ്ടി ടോൾ ബൂത്തിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. വാർത്തകളിൽ മറ്റൊരിടവേള. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. Globus Fashion celebrate you. Globus, a division of Grandmart Group of Companies. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീൻചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്.
WHO, GMP, ISO 9001-2000, HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ മുന്നിയൂർ കളിയാട്ടമുക്ക് അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ കോഴിക്കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. അതിരാവിലെ തന്നെ പൊയ്ക്കുതിരകളുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തി. വടക്കൻ മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനം കുറിക്കുന്നത് മുന്നിയൂർ കളിയാട്ടത്തോടെയാണ്. ഇടവത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച നടക്കുന്ന കാപ്പൊലിക്കൽ ചടങ്ങോടെയാണ് ക്ഷേത്രോത്സവത്തിന് തുടക്കമാകുന്നത്. കാപ്പൊലിക്കൽ കഴിഞ്ഞ് 12-ാം ദിവസം ഇടവപ്പാതിയിലെ വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ കോഴിക്കളിയാട്ടം നടക്കുക. മുളയും കുരുത്തോലയും കൊണ്ടുണ്ടാക്കിയ പൊയ്ക്കുതിരകളുമായി ഊര് ചുറ്റിവരുന്ന സംഘങ്ങളാണ് കോഴിക്കളിയാട്ടത്തിന്റെ വരവ് നാട്ടുകാരെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് മാത്രം സ്വന്തമാകുന്ന കാവിലേക്ക് മമ്പുറമഖാമിലും മുട്ടിച്ചിറ പള്ളിയിലും വിളക്ക് കത്തിച്ചെത്തുന്ന പെരുവറയന്റെ പൊയ്ക്കുതിരയാണ് ആദ്യമെത്തുക. കാവിലെ അവകാശിയായ സാംബവമൂപ്പൻ കാവ് തീണ്ടിയതിനു ശേഷമാണ് മറ്റുള്ള കുതിരകൾക്ക് കാവിലേക്ക് പ്രവേശനം നൽകുക. തുടർന്ന് ജില്ലയ്ക്കകത്തും പുറത്തും നിന്നുമുള്ള നിരവധി സംഘങ്ങൾ പൊയ്ക്കുതിരകളുമായി ക്ഷേത്രമുറ്റത്തെത്തും. ശേഷം കുതിരപ്പിലാക്കൽ കുതിരയെ തച്ചുടയ്ക്കുന്നതോടെ ഒരു വർഷത്തെ ദുഃഖങ്ങളും വിഷമങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന കാർഷിക ചന്ത ഏറെ പ്രസിദ്ധമാണ്. വിദേശങ്ങളിൽ ജോലിക്ക് പോയവരും വിവാഹം കഴിഞ്ഞു പോയവരുമടക്കം ദേശത്തിന്റെ ഈ ഉത്സവത്തിൽ പങ്കുചേരാൻ നാട്ടിലെത്തുന്നതോടെ കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും കൂടിച്ചേരലിനുകൂടി ഇവിടം വേദിയാകുന്നു. സാംസ്കാരിക അധിനിവേശത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ക്ഷേത്ര ഐതിഹ്യങ്ങൾക്ക് മറച്ചുവെക്കാനാകാത്ത പലതും മണ്ണിന്റെ മക്കളുടെ ഈ ഉത്സവത്തിൽ തിളച്ചുമറിയുന്നത് കാണാം. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഓർമ്മച്ചെപ്പ് പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പത്രപ്രവർത്തകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും വാർത്താചിത്രത്തിൽ ഉൾപ്പെട്ടവരുടെയും സംഗമമായിരുന്നു ഓർമ്മച്ചെപ്പ്. വാർത്തകളും ചിത്രങ്ങളും കൊണ്ട് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയവരും വാർത്താചിത്രങ്ങളിലെ താരമായവരും ഒത്തുകൂടി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മുതിർന്ന പത്രപ്രവർത്തകരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും വാർത്താചിത്രങ്ങളിൽ ഉൾപ്പെട്ടവരുടെയും സംഗമം സംഘടിപ്പിച്ചത്. ഓർമ്മച്ചെപ്പ് എന്ന് പേരിട്ട സംഗമം കളക്ടർ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ ആ സമയത്ത് കൃത്യസമയത്തും കൃത്യ ലൊക്കേഷനിലും എത്തിപ്പെടാനുള്ളൊരു ഭാഗ്യം, തീർച്ചയായിട്ടും അത് ഭാഗ്യം മാത്രമല്ല, അതിനകത്തൊരു എഫേർട്ട് ഉണ്ട്. അതിനുവേണ്ടി ജീവൻ വരെ പണയപ്പെടുത്തി ജീവൻ നഷ്ടപ്പെടുത്തിയ ആൾക്കാർ വരെ ഈ പ്രൊഫഷനിലുണ്ട്. എം ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടുമാരായ എൻ സുഭാഷ് ബാബു, CM പ്രദീപ് കുമാർ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, PRD മേഖലാ ഡയറക്ടർ ടി വേലായുധൻ, CE ചാക്കുണ്ണി എന്നിവർ സംസാരിച്ചു. C അബ്ദുറഹ്മാൻ, മുഹമ്മദ് കോയ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. K അബൂബക്കർ, P ദാമോദരൻ, K മോഹനൻ, ദർശൻ വിനോദ്, PJ മാത്യു, വിപിൻ ചന്ദ്രൻ, നാടക പ്രവർത്തകൻ മധുമാഷ് എന്നിവർ അനുഭവങ്ങൾ പങ്കിട്ടു. മാധ്യമപ്രവർത്തകൻ മോഹനൻ ചെറുപ്പിയുടെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് നേതൃത്വത്തിൽ അനുശോചനം സംഘടിപ്പിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പത്രപ്രവർത്തകൻ മോഹൻ ചെറുപ്പിയുടെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ് അനുശോചിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വൈസ് പ്രസിഡന്റ് MP രാമചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. അവസാന നാളുകളെല്ലാമായി അല്ലെങ്കിൽ രോഗത്തിന്റെ ഒരു ഗുരുതരാവസ്ഥയൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായേക്കാം. അതുകൊണ്ട് കയറാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 തവണ ആ വഴിക്ക് പോയിട്ട് നമ്മൾ കയറിയിരുന്നില്ല. P ദാമോദരൻ, KUWJ സംസ്ഥാന സെക്രട്ടറി C വിനോദ് ചന്ദ്രൻ, P മുസ്തഫ, VK രാജീവ് മേനോൻ, A ഉദയൻ, NV കൃഷ്ണദാസ്, K മധുസൂദനൻ കർത്ത, MO നസീർ, ജെയിംസ് R പുകര, C ശിവപ്രസാദ്, ശ്യാം K വാര്യർ, PN ശ്രീവത്സൻ, TK ബാലനാരായണൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സർഗധാരയിലെ സാരസൗന്ദര്യങ്ങൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി സംവാദം സംഘടിപ്പിച്ചു. KP റഹീമാണ് ഗ്രന്ഥകർത്താവ്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ PR നാഥൻ പുസ്തകം പരിചയപ്പെടുത്തി. കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച KP റഹീമിന്റെ സർഗധാരയിലെ സാരസൗന്ദര്യങ്ങൾ എന്ന പുസ്തകം സംബന്ധിച്ചുള്ള സംവാദം കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. പുസ്തകത്തിന്റെ ഒരു പ്രധാന സവിശേഷത അതിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഗാന്ധിയൻ മൂല്യങ്ങളാണെന്ന തിരിച്ചറിവിലൂടെയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തയ്യാറായത്. UK കുമാരൻ അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ PR നാഥൻ പുസ്തകം പരിചയപ്പെടുത്തി. ഏറ്റവും ജനസമ്മതിയുള്ള ഭാഗമാണ് ഏറ്റവും ബുദ്ധിമാന്മാരുടെ അർത്ഥം. അതിലൊക്കെ ഏതാനും നിലകൾ മാത്രം പറഞ്ഞ് ദീർഘനേര സദസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. TK അസീസ്,
PK ഗോപി, ഡോക്ടർ ആർസു, KP കുഞ്ഞിമൂസ, KT സൂപ്പി, CH മുസ്തഫ മൗലവി, T ബാലകൃഷ്ണൻ, KP റഹീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. മലബാർ മേഖല ക്ഷീരകർഷക കൺവെൻഷൻ ജൂൺ 2 ടൗൺഹാളിൽ വെച്ച് നടക്കും. കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉംറ വിസ സ്റ്റാമ്പിംഗ് നിർത്തിയതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഓൾ ഇന്ത്യ ഉംറ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സൗദി സർക്കാർ മക്കയിലെ ഹറം വികസനവുമായി ബന്ധപ്പെട്ട് ഉംറ വിസയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ചിലരിൽ തെറ്റിദ്ധരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധവും തുടർ സംഭവങ്ങളും പ്രമേയമാക്കി നവാഗതനായ മൊയ്തു താഴത്ത് സംവിധാനം ചെയ്ത TP 51 സിനിമ ജൂൺ 12 തിയേറ്ററുകളിലെത്തും. ശ്രീഹരി റിലീസാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. 45 തിയേറ്ററുകളിലായാണ് സിനിമ റിലീസിനെത്തുക എന്ന് മൊയ്തു താഴത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കക്കോടി പഞ്ചായത്തിലെ കിരാലൂർ AUP സ്കൂളിൽ 1989-90 അധ്യയന വർഷത്തിൽ പഠിച്ചവരുടെ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു. കിരാലൂർ AUP സ്കൂളിൽ മെയ് 31 നടക്കുന്ന സംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമവിരുദ്ധമായ കൽപ്പനകളാണ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ. സ്വകാര്യ മില്ലിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന റേഷൻ ഗോതമ്പ് അഴിയൂരിൽ പോലീസ് പിടികൂടി. ലോറിയിൽ കടത്തുകയായിരുന്ന 204 ചാക്ക് റേഷൻ ഗോതമ്പാണ് അഴിയൂർ പൂഴിത്തളിയിൽ പിടിച്ചെടുത്തത്. മിഠായി തെരുവിൽ ഒടുവിൽ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് CDയെ കൊണ്ടുവരുന്ന രൂപരേഖ പ്രായോഗികമായി ചിന്തിച്ചു വേണം നടപ്പിലാക്കേണ്ടതെന്ന് മേയർ AK പ്രേമജം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. Globus Fashion. Celebrate you.